എനിക്കൊന്നും വേണ്ട. ഇത് ഗാർഗിളി ശബ്ദം ശരിയാവട്ടെ. ഇനി ഉപ്പിട്ട വെള്ളം കിട്ടാത്തോണ്ടാണ് പ്രശ്നമെങ്കിൽ ഇനി അത് വേണ്ട. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇത് പിടിക്കേ, അപ്പൊ ശബ്ദം ശരിയാവും. അപ്പൊ എന്റെ അടുത്ത് കുറച്ചും കൂടെ ഉറക്കം ഇങ്ങനെ ഒച്ചത്തിൽ വഴക്കുണ്ടാക്കാം. എന്നിട്ട് വേണം അതിന് ഉറക്കത്തിൽ നിനക്ക് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാം അല്ലേ? കുഴപ്പം അഞ്ച് തിരിച്ച് ക്ഷമിക്കാന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് വീണ്ടും ചാടി കടിക്കാൻ പറ്റും. എന്താണെന്നുണ്ടെങ്കിലും ഈ പിറുവിറുക്കണ എന്തിനാണ്? എന്തിനു പറയണെങ്കിൽ മുഖത്ത് നോക്കി പറ. എന്തിനു പിറുവിറുത്ത്? ഇപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിടിക്കും. ഒന്നുമില്ലെങ്കിലും ഈ സന്ധ്യ സമയത്ത് സംസാരിക്കുന്ന ഈ വാക്കുകളൊന്നും സൂക്ഷിക്കണം. നന്ദേട്ട എനിക്കും അത് തന്നെ പറയാല്ലേ. നന്ദേട്ടനെ സൂക്ഷിച്ച് സംസാരിച്ചൂടെ? കുഴപ്പമൊന്നുമില്ല. സമ്മതിച്ചു. അപ്പൊ നിങ്ങളെക്കാളും പ്രായത്തിൽ താഴെയല്ലേ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് സംസാരിച്ചൂടെ? എന്തെങ്കിലും പറയണേ മുഖത്ത് നോക്കി പറയും. നന്ദേട്ടാ എന്റെ കുടുംബക്കാരെ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയൂ. അതന്നെ പറഞ്ഞു ഞാൻ നീ പറയൂന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അന്ന് എന്റെ അമ്മ 100 വട്ടം പറഞ്ഞാണ് മോനെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പൂവല്ലേ കേട്ടില്ല നീ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗതി വന്നത്. അതന്നെ. അതെ, ഞാൻ നിങ്ങളെ അങ്ങോട്ട് വന്നില്ലല്ലോ പറയില്ലേ. എന്റെ സൗന്ദര്യം കണ്ട് നിങ്ങൾ എന്റെ പുറകെ വന്നേ എന്റെ കാലം പിടിച്ചു. അതന്നെ ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയി അബദ്ധം അതായിരുന്നു. എത്ര പെൺപിള്ളേരുണ്ടായിരുന്നു തൃശ്ശൂർ കാണാൻ നല്ല ഭംഗിയുള്ളത്. അന്നത്തെ നിന്റെ പഴയ സൗന്ദര്യം കണ്ടപ്പോ. അല്ലെങ്കിൽ എനിക്ക് ദീർഘവിഷണിൽ എന്ന നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞത് ശരി തന്നെ. തൃശ്ശൂർ എത്രയോ 100 കണക്കിന് നല്ല സുന്ദരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഈ കാട്ടുമൂല്യം കല്യാണം ആക്കിയിട്ട് വല്ല ആവശ്യം എനിക്കുണ്ടായിരുന്നു. അയ്യോ അബദ്ധം തിരുത്തിക്കോ. തൃശ്ശൂർ പോയി കെട്ട്. ഇവിടെ ആരാ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോ. എനിക്ക് തൃശ്ശൂർ പോകാൻ അറിയാം. അതിന് നിന്റെ ഉപദേശത്തിന്റെ ആവശ്യം പൊയ്ക്കോ. എന്നാ ഞാനും പോവാം. ഞാൻ ഇക്കണ്ട് കുടുംബക്കാര്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ ആദ്യം പോ. നിങ്ങൾ പറഞ്ഞു ഞാനും പോകില്ല. എനിക്ക് പോണെന്ന് ഞാൻ പോകും. ആ പൊയ്ക്കോ. ഓ ശരി സാറേ. സാറേ ഞാൻ പറഞ്ഞാല് ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഓ ശരി. എന്താടാ? അച്ഛൻ തൃശ്ശൂര് പോകും. പല സ്ഥലത്തും പോകും. അമ്മേനെ കൊണ്ടുപോകാൻ പറ്റും. അമ്മേനെ കൊണ്ടുപോകില്ല. ഒരാളെയും കൊണ്ടുപോകില്ല. ഒരു അമ്മയുണ്ട്, ഒരു മോഹൻ. മനുഷ്യനൊരു സമാധാനം തരുന്നൂടെ മനുഷ്യന് കുടുംബത്ത്. എന്താ നോക്കി കൊടുക്കണത്? ഒന്ന് പോടാൻ പാടി. എന്തൊരു കഷ്ടം നമുക്ക് തുറപ്പിച്ച് നോക്കിയേക്കണത്. എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തൊന്നുമല്ല. കുറെ നാളായി തുടങ്ങിയിട്ട്. തൃശ്ശൂര് വേറെ പെണ്ണുങ്ങൾ പോയി കെട്ടണം. ഇവിടെ അല്ലേ വേണ്ടെന്ന് പറഞ്ഞ ദിവസം അതിന് എന്തേലും പറഞ്ഞ അങ്ങ് തുടങ്ങുമോ? എന്തേലും അറിയണോ? നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലോ. എന്താ മടി? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകും. നീ നിന്റെ അച്ഛൻ എവിടാന്ന് വെച്ചപ്പോ. പറയടാ. അല്ല ഒരു ചെറുതെടുക്കാൻ വേണ്ടിട്ട് ബീവറേജ് പോവാനാ? അത് പതിവില്ലാതെ. ഒന്നുമില്ല, അവളായിട്ട് വീട്ടിൽ ചെറിയൊരു പ്രശ്നം. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ 2 അടിക്ക് സന്തോഷം കൂടും. വഴക്കാവുമ്പോ ചട്ടിയും കലാമ്പോ തട്ടിമുട്ടിയിരിക്കും. അത് കുറച്ച് കഴിയുമ്പോ മാറിടാ. ഇനി വെള്ളം അടിക്കണ. നീ ഇപ്പൊ തന്നെ ഉപദേശിച്ച് എന്നെ അങ്ങോട്ട് നന്നാക്കോ? നിനക്കൊന്നും ഇവിടെ വരെ വരാൻ പറ്റുമോ? ഓ ഞാൻ വരാടാ. ഇതാ വരുന്നു. നീ വെച്ചേ അടി പറയാൻ വിളിച്ച അപ്പൊ 100 കൂട്ടം ചോദ്യം കിട്ടുവാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്റെ അമ്മ എല്ലാ ദിവസവും ഉണ്ട്. ഒരുമാതിരി കുത്തി ചുമയാണ്. മനുഷ്യന് ഉറങ്ങാൻ പോലും പറ്റൂലെന്ന് കുറേ ദിവസമായി തുടങ്ങിയിട്ട്. അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുക. അത് മാറണ്ടേ? ഇത് ആരോട് പറയാനാ? അപ്പൊ അതന്നെ. അപ്പൊ പറയാ വേണ്ടാന്ന്. മറ്റേ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് പിടിച്ചാൽ മാറുന്നു. ലോകത്തിലെ സകല ശാസ്ത്രം അറിയാം. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ മാത്രം ഇതൊന്നും അറിഞ്ഞൂടാ. എന്നാ ആരെങ്കിലും പറയുമ്പോ ഇത് മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞു മടുത്ത്. ഇനി വയ്യ പറയാണെന്ന്. എന്നിട്ട് എന്തായാലും പറഞ്ഞു വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരും. എൻ്റെ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പം ഞാനും തിരിച്ചു പറഞ്ഞു എനിക്ക് വയ്യ.
ഓ അമ്മ സമ്മതിച്ച്. ആ ശരി. ആ കേട്ട് ശരി. ആ ഓ ശരി. ആ പിന്നെ വിളിക്കാം. ആ എന്തിട്ടത്? ഇതാ ഉപ്പിട്ട ചൂടുവെള്ളം ഗാർഗിളി. എനിക്കൊന്നും വേണ്ട. ഇത് ഗാർഗിളി ശബ്ദം ശരിയാവട്ടെ. ഇനി ഉപ്പിട്ട വെള്ളം കിട്ടാത്തോണ്ടാണ് പ്രശ്നമെങ്കിൽ ഇനി അത് വേണ്ട. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇത് പിടിക്കേ, അപ്പൊ ശബ്ദം ശരിയാവും. അപ്പൊ എൻ്റെ അടുത്ത് കുറച്ചും കൂടെ ഉറക്കം ഇങ്ങനെ ഒച്ചത്തിൽ വഴക്കുണ്ടാക്കാം. എന്നിട്ട് വേണം അതിന് ഉറക്കത്തിൽ നിനക്ക് എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ അല്ലേ? കുഴപ്പം അഞ്ചുമാരി തിരിച്ച് ക്ഷമിക്കാന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് വീണ്ടും ചാടി കടിക്കാൻ പറ്റും. എന്താണെന്നുണ്ടെങ്കിലും ഈ പിറുവിറുക്കണ എന്തിനാണ്? എന്തിനു പറയണെങ്കിൽ മുഖത്ത് നോക്കി പറ. എന്തിനു പിറുവിറുത്ത്? ഇപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പിടിക്കും. ഇത് ഉപ്പിട്ട ചൂടുവെള്ളം തന്നെ നല്ല വിഷമായിട്ട് കളിക്കും. അതെന്തായാലും ചെയ്യില്ലെന്ന് എനിക്കറിയാം. അത്ര വിശ്വാസമൊന്നും വേണ്ട. എനിക്ക് എത്ര ദേഷ്യം വിഷം കളിക്ക് തരുമൊന്നുമില്ല. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അത്ര ശരി വരണില്ല ചേട്ടാ. ചിരിക്കണ്ട, നീ ചിരിക്കണ്ട. നിനക്കാണെങ്കിലും നിനക്ക് ഗൗരവം എന്ന് പറഞ്ഞ മുഖമാണ് നിന്റെ ഒരു ഭംഗി. പിന്നേതല്ല, നിന്റെ അടുത്ത് ആദ്യം ഞാൻ ഇഷ്ടം പറഞ്ഞ ഐലവ്യൂ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ ആ ദിവസം ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഗൗരവമായിരുന്നു നിന്റെ മുഖത്ത്. ദൈവമേ, ജീവിതത്തിൽ ഇത്രയും ഗൗരവം എടുക്കുന്ന കുട്ടികളെ നമുക്ക് കണ്ടിട്ടില്ല. പക്ഷെ അപ്പോഴും അതിനൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇത്ര മുഖം കയറ്റി പിടിച്ച് നിൽക്കാല്ലേ, ഇത്ര മുഖം കയറ്റി പിടിക്കരുത് സൗന്ദര്യം എന്ന് പറഞ്ഞു വെച്ചിട്ട്. ഒന്നാമത് മാത്രമേ പറഞ്ഞിരിക്കണ മുഖമായിരുന്നു. കാര്യമില്ലാണ്ട് വെറുതെ എന്ത് തയ്ക്കണ ഈ മുഖം കയറ്റി പിടിക്കുന്നു. ഇതൊരു കള്ളക്കൂരോ നിന്റെ കള്ളക്കൂരോ. എന്തായാലും പോട്ടെ, സോറി. എനിക്ക് ആ ദേഷ്യം പറഞ്ഞു പോയതാണ്. ഈ അത് വിട്. അത് വിട്ടോണ്ടല്ലേ ഇപ്പൊ ഇത് കളിക്ക് കൊണ്ട് വന്നത്. ആ ഇത് ഇപ്പൊ എന്തായാലും വേണ്ട. ഭക്ഷണം റെഡി ആയാ? അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് വിശക്കണ്ട എനിക്ക്. കൊച്ച നിന്റെ അടുത്തില്ലേ? ഞാൻ കുറെ നേരമായി കണ്ടിട്ട്. നിങ്ങളെടുത്തല്ലേ വരുന്നത്? എന്റെ അടുത്തല്ല, നിന്റെ അടുത്തല്ലായിരുന്നു. ഞാൻ അടുക്കളയിലായിരുന്നു. അവ നിങ്ങളെടുത്ത് നിൽക്കണം പറഞ്ഞാൽ ഞാൻ അടുക്കള ഞാൻ കണ്ടില്ല. അവിടെ എങ്ങനെ കാണുമായിരിക്കും. അപ്പൊ അവിടെ നിന്ന് പോയിട്ട് നേരെ എത്രയായി? അമ്പാടി 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 ചെറുക്കത് എവിടെ പോയി? അമ്പാടി അമ്പാടി ഡാ വിളിച്ചിരിക്കുന്നു. നന്ദേട്ടാ ഇവിടെ ഇല്ല. അവിടെ ഉണ്ടാ? അവിടെ ഇല്ലേ? ഇല്ല. ഇവിടെ അടുക്കളയിൽ ഇവിടെ താഴെ ഒന്നും കാണാനില്ലാന്ന്. താഴെ ഇവിടെ ഞാൻ ഇവിടെ താഴെ തമാശ പറയല്ലേ നന്ദേട്ടാ? ഞാൻ അവിടെ താഴെ മുഴുവൻ നോക്കി, ഇവിടെ ഒന്നും കാണാനില്ല. സമാധാനപ്പെടാ, കൂടെ എവിടെയെങ്കിലും ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോ അപ്പുറത്തെ ആ ദീപയുടെ വീട്ടിൽ പോയി കളിക്കാൻ പോയിണ്ടാവും. ദീപയുടെ വീട്ടിൽ ഇന്ന് സമാധാനിക്കാവോ? ഇവിടെ കാണും കരയലടി. അവ ഇവിടെ ഒന്നീ പുറത്ത് ചിലപ്പോ അപ്പുറത്തെ ദീപയുടെ വീട്ടിൽ കളിക്കാൻ പോയിണ്ടാവും. സന്ധ്യയാവും. ശരി, ഞാൻ നോക്കട്ടെ. ദീപനെ വിളിക്കട്ടെ. എടാ ജസ്റ്റിനെ നീ ഒന്ന് നോക്കടാ. ഞാൻ ഇപ്പൊ അങ്ങ് വരാം. ആ ആ ദീപ അമ്പാടി അവിടെ ഉണ്ടാ? അമ്പാടി അങ്ങോട്ട് വന്നിട്ടില്ല. ഒന്നാമത് രാത്രി അവൻ വരാറില്ലല്ലോ അങ്ങോട്ട്. എന്തൊരു കഷ്ടം. അവിടെ ഉണ്ടോ നന്ദേട്ടൻ? നീ ഒന്ന് കരയാണ്ട് നമ്മുടെ അമ്പാടി എല്ലാം കൂടെ ഉണ്ടാവും. നമ്മുടെ അമ്പാടി എന്തോ നീ കരയാതൊക്കെ കരയാൻ നിക്ക. നീ കരയല്ലേ? വീട്ടിലല്ലേ അവിടുത്തെ നോക്കിയാ? നോക്കി. പക്ഷെ ഇവിടെ ഒന്നും ഇല്ല. വഴക്കെന്തേലും പറഞ്ഞോ കുഞ്ഞിന്? ഞങ്ങൾ അവനെ ഒരു വഴക്കും പറഞ്ഞില്ല. അവൻ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. ഹലോ. ആ ജസ്റ്റിനെ ഒരു മിനിറ്റ്. ആ കാത്തു എന്താടി? എന്താ? എടി നീ കരയല്ലേ കാത്തു? അപ്പൊ നിങ്ങൾ രണ്ടുപേരും വഴക്കിട്ട് രണ്ട് സ്ഥലത്ത് പോയിരുന്നു. അതിന്റെ ഇടയിൽ അവൻ വന്നപ്പോ നിങ്ങൾ അവനെ വഴക്കും പറഞ്ഞു. കാത്തു, ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് പോലീസിൽ ഏൽപ്പിക്കണം. വേണ്ട 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 വേണ്ട. ഇപ്പം ജസ്റ്റിൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. അവനെ അമ്പാടിന്റെ റോഡിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. കിട്ടി കിട്ടി കിട്ടി. ജസ്റ്റിൻ നമ്മുടെ സുഹൃത്ത്. ഉപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞു അമ്പാടിനെ. കരയില്ല അല്ല, കിട്ടി കിട്ടി. അവൻ കൊണ്ടുവരും. ഞാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? നിങ്ങൾ കേട്ടാലും ഇല്ലെങ്കിലും ഞാനിത് പറയും. ഒരു
കുട്ടിയുടെ മനസ്സിൻ്റെ വിഷമം എന്താണെന്ന് നിങ്ങൾക്കറിയോ? എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മേനെയും എന്നെ ഉപേക്ഷിച്ച് പോയതാ അച്ഛൻ. പിന്നെ അമ്മ വേറെ കല്യാണം കഴിച്ചങ്ങ് പോയി. പിന്നെ എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മാമനാണ്. മാമൻ എനിക്ക് എല്ലാം തന്നു. പക്ഷേ അച്ഛനും അമ്മയും മാത്രമില്ല. നിങ്ങൾ ഈ തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? ഈ കുടമാറ്റമൊക്കെ ഉള്ള വലിയ പൂര. അത് ഒരുപാട് ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ നടുക്ക് നമ്മൾ ഒറ്റപ്പെട്ട് പോയുള്ള അവസ്ഥയാണ് എൻ്റെ ചെറുപ്പത്തിലെ അവസ്ഥ. ചുറ്റും എല്ലാവരും ഉണ്ട്. പക്ഷെ നമുക്കെന്ന് പറഞ്ഞിട്ടൊരു അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ടതാ സാറേ. ഞാനത് 9 വയസ്സുള്ളപ്പോൾ അനുഭവിച്ചതാണ്. ഭാര്യയും ഭർത്താവുമ്പോൾ എപ്പോഴും വഴക്കൂടും. പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മറക്കും. പക്ഷെ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവർ മറക്കില്ല. എൻ്റെ അച്ഛനും അമ്മയും വഴക്കൂടുമ്പോൾ ഞാൻ പേടിച്ചിരുന്നിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇപ്പോഴും മറക്കില്ല. ഭക്ഷണം കഴിക്കാതെ ഒരുപാട് രാത്രികൾ ഞാൻ കിടന്നുറങ്ങിയിട്ടുമുണ്ട്. ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ചിലപ്പോൾ അവരെ ഞാൻ സ്വപ്നം കാണും. എനിക്ക് സ്വപ്നത്തിലെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും കാണാമല്ലോ. എനിക്കിപ്പോഴും ഒരുപാട് ആഗ്രഹമുണ്ട് സാറേ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നടുക്ക് കിടന്ന് അവരെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണമെന്ന്. പക്ഷെ ഇനി അതൊന്നും നടക്കില്ല എന്നറിയാം. പക്ഷെ ആഗ്രഹിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണും അവരെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നത്. നിങ്ങൾ വഴക്കൂടുമ്പോൾ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിന്ന് വഴക്കൂടരുത്. അവരതൊരിക്കലും മറക്കില്ല. പോട്ടെ. മോനെ, അമ്പാടി എവിടെ പോയിരുന്ന? അച്ഛനെന്തിനാ ഇങ്ങനെ പേടിപ്പിക്കണേ? അതൊക്കെ ഉണ്ടെന്നാ അമ്പാടി പൊന്ന് എത്ര സങ്കടപ്പെട്ടെന്നറിയാമോ? പോട്ടെ പോട്ടെ, അവൻ വന്നല്ല. ഞാൻ കണ്ടതായി. ഞാൻ നോക്കുമ്പോൾ റോഡ് ഇവിടെ സ്കൂൾ ബാഗിട്ട് നടന്നു പോവാ. ഞാൻ എവിടേക്കാ പോണ ചോദിച്ചപ്പോ നാട് വിട്ടു പോന്നു. ആണോ മക്കളെ? അച്ഛനും അമ്മയും വഴക്കിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഞാൻ വീട് വിട്ടു. നിനക്കൊക്കെ വല്ല വിവരം ഉണ്ടാ? നല്ല പഠിപ്പും വിദ്യാഭ്യാസം ഉണ്ടല്ലോ. എന്നിട്ടെങ്ങനെ? എടാ അത് ഒരു അബദ്ധം പറ്റിയടാ. ഇനി ഞാൻ നാളെ വീട് വിട്ടു. എനിക്ക് ഉറക്കം വരുന്നു. അയ്യോ പിന്നെ പോവാ. നാട് വിട്ടു ബാഗ് കൊണ്ടുപോയി. എന്തൊരു വെയിറ്റ് അടി ഇത്. ഇതെന്തിട്ടാ അമ്പാടി? ഇതെന്തൊക്കെയാ ഇത്? അയ്യോ എനിക്ക് ബോറടിക്കുമ്പോ സ്കെച്ച് കളർ അടിക്കും. അത് കൊള്ളാം. കൊറേ സാധനം ഉണ്ട് കേട്ടാ. പഠിക്കണ പുസ്തകമൊക്കെ കൊണ്ടാണോ പോയത്? ഇതെന്താ? ഇതെനിക്ക് ബോറടിക്കുമ്പോ കളർ അടിക്കാൻ എനിക്ക് എഴുതണ്ട്. ചട്ടിന്റെ കൊച്ചു ചട്ടിയൊക്കെ ഇടും. അയ്യോ ഒരു ജോഡി ഡ്രസ് നാട് വിട്ടു മുമ്പ് ഇടാൻ. ഒരു ജോഡി ഡ്രസ് നിങ്ങളെക്കാളും പോകുന്നില്ല കുട്ടിക്ക്. എങ്ങനെ അറിയാന്നാ? അയ്യോ നോക്കട്ടെ അമ്മ. അമ്മേ കേക്ക്. ഇതൊക്കെ എന്നിട്ടത് ഇത് കാപ്പിൾ. ഇത് എന്നിട്ടത് ഇതെനിക്ക് വിശക്കൂല കഴിക്കേ. അയ്യോ ഇത് തീർന്നില്ലേ? ഇതാ വേറൊരു സംഭവം. അയ്യോ അമ്മേരെ അച്ഛന്റെ ഫോട്ടോ കൊണ്ടാ പൊന്നു പോയത്. അച്ഛനും അമ്മയും കൂടെ പിണങ്ങിയില്ലേ, അതുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ വീട്ടിൽ പോയി, അമ്മ അമ്മയുടെ വീട്ടിൽ പോയി. അപ്പൊ എനിക്ക് ഇടയ്ക്ക് കാണാൻ വേണ്ടി. അയ്യോ എന്റെ പൊന്ന്